ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ദിവ്യരക്ഷാലയത്തിൻ്റെ 30-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ചടങ്ങിൽ നമ്മളൊന്നു ചേർന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. ഞാൻ ഈ യോഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് എന്ന് ചിന്തിപ്പിച്ചാൽ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം, ഇത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ള ഒരു കടമ, ഒരു കടപ്പാട് അത് നിർവഹിക്കുക എന്നതാണ് എൻ്റെ മനസ്സിലൊന്ന ആശയം. എന്തിനാണ് ദൈവത്തിന് ഇങ്ങനെ നന്ദി പറയുന്നത് എന്ന് വീണ്ടും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പം അതിന് കാരണമുണ്ട്. അത് ദിവ്യരക്ഷാലയത്തിൻ്റെ ആരംഭകാലത്തേക്ക് നമ്മൾ ചിന്തിച്ച് കടന്നു പോകുമ്പോഴാണ് ഞാൻ ദൈവത്തിന് എത്രമാത്രം നന്ദി പറയണം എന്ന വാക്കിന് ഉത്തരം കിട്ടുന്നത്. ഞാൻ 91-ലാണ് ദൈവവിശ്വാസം സ്വീകരിച്ച് ഞാൻ ഈ ഒരു വഴിയിലേക്ക് വരുന്നത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ക്രിസ്തീയ ബോധ്യങ്ങളും എന്നെ വഴി നടത്തിയിരുന്നു, വളരെ കാര്യമായിട്ടുള്ള ഒരു വഴിയിൽ, ഒരു രീതിയിൽ. അത് എൻ്റെ ജീവിതത്തെ വളരെ പ്രത്യേകമായി സ്വാധീനിച്ച ഒരു ജീവിത രീതിയായിരുന്നു. ആ ഒരു വഴിയിൽ നിന്ന് ഈ ശുശ്രൂഷയിലേക്ക് എനിക്ക് ഈ ശുശ്രൂഷയുടെ ബാറ്റൺ കൈമാറി തന്നയാൾ ബഹുമാനപ്പെട്ട കുട്ടിയച്ചൻ ചേട്ടനാണ്. മാത്യു കണ്ടിരിക്കൽ എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠ സഹോദരനും എൻ്റെ അയൽവക്കംകാരനും നമ്മുടെ നാട്ടിലെ എല്ലാ രീതിയിലും നമുക്ക് മാതൃകാപരമായ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ബഹുമാനപ്പെട്ട കുട്ടിയച്ചേട്ടനാണ് എനിക്ക് ആ ബാറ്റൺ കൈമാറുന്നത്. ആ ബാറ്റൺ സ്വീകരിച്ച് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ തികച്ചും നമ്മുടെ നാടിന് അപരിചിതമായ ഒരു തൊഴിൽ മേഖലയത്, തികച്ചും അപരിചിതമായ ഒരു തൊഴിൽ മേഖല. പൈങ്കുളം ആശുപത്രി നമുക്കറിയാം, ഏതാണ്ട് 40 വർഷത്തിലധികമായി ശുശ്രൂഷ ചെയ്യുന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ പൈങ്കുളം ആശുപത്രി ആരംഭിക്കുന്നത്. അപ്പോൾ ആശുപത്രിയുടെ പ്രസൻസ്, ഈ മനോരോഗത്തിൻ്റെ ഭാരം എന്താണെന്ന് ഞാൻ തൊട്ട് അറിഞ്ഞ എൻ്റെ ബാല്യമാണ് പൈങ്കുളം ആശുപത്രിയുടെ പ്രസൻസ്. എന്തുകൊണ്ട് ഈ പൈങ്കുളത്ത് ഇങ്ങനെ രണ്ടാമതൊരു ശുശ്രൂഷ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത് ഞാൻ വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ചെറുപ്പത്തിലെ തന്നെ ഈ ഭാരങ്ങളും ഈ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകളും നേരിട്ട് കണ്ട് പഠിച്ച് അനുഭവിച്ചുള്ളൊരു വ്യക്തിയാണ്. ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ വരുന്ന ആളുകൾ വീട്ടിൽ വന്ന് താമസിച്ച് കടന്നുപോയ സംഭവങ്ങളുണ്ട്. ചാച്ചൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് കടന്നുപോയ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്തു വിട്ട സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയ സംഭവങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ ബാല്യകാലമാണ്. തുടർന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നാട്ടിലോ ഈ ദേശത്തോ ആർക്കും പരിചയമില്ലാത്തൊരു തൊഴിൽ, അത് ബഹുമാനപ്പെട്ട കുട്ടിയച്ചൻ ചേട്ടൻ തൊടുപുഴ ടൗണിൽ അലഞ്ഞു നടന്ന പലരെയും കണ്ടെത്തി ആശുപത്രിയിലൊക്കെ ചികിത്സിച്ച് കൊണ്ടുപോകാനൊന്നും ഇടമില്ല. കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങളില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ദിവ്യരക്ഷാലയം രൂപപ്പെട്ടു വരുന്നത്. ഞാൻ മണി എന്ന് പറയുന്ന ഒരു ചേട്ടനെ ശുശ്രൂഷയിൽ പല രീതിയിൽ ഞാൻ സ്നേഹദീപം കുട്ടിയച്ചേട്ടൻ്റെ പിതാവിൻ്റെ 1-ാം ചരമവാർഷികത്തിൽ കാരിക്കോട് ആശുപത്രിയിൽ ഭക്ഷണം കൊടുത്തു തുടങ്ങിയ ഒരു ശുശ്രൂഷയാണ് സ്നേഹദീപം. ആ ശുശ്രൂഷയിൽ പങ്കുകാരനായിക്കൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ആ നാളുകളിൽ ഞാൻ ഈ ശുശ്രൂഷയിൽ ചെന്ന് ഉടനെ തന്നെ ആ ശുശ്രൂഷ വളരെ വളരെ വ്യാപ്തിയിൽ അത് വളർന്നു. അത് ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ദിവ്യരക്ഷാലയം രൂപപ്പെട്ടു വരുന്നത്. ആ സ്നേഹദീപത്തിൻ്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ ഈ വഴിയിലേക്ക് നടന്നു വരുന്നത്. മണി എന്ന സഹോദരനെ ഞങ്ങൾ 2-3 പേര് കൂടി കണ്ടെത്തി മൂലമറ്റം ആശുപത്രിയിലാക്കി ചികിത്സിച്ച് തിരിച്ച് എവിടെയാക്കും എന്ന് നോക്കി നടക്കുമ്പോൾ നമുക്ക് നവജീവനിലാക്കാം എന്ന ഒരു ചിന്ത വന്നു. നവജീവൻ കാണാൻ പോയ ഞാൻ പോയതിൻ്റെ 10 ഇരട്ടി ഭാരപ്പെട്ട തിരിച്ചു വന്നേ. ഞാൻ നവജീവൻ കാണാൻ ഞാൻ പോയതിൻ്റെ 10 ഇരട്ടി ഭാരപ്പെട്ട ഞാൻ തിരിച്ചു വന്നേ. അന്ന് നവജീവൻ ഒരു വാടക കെട്ടിടത്തിൽ
40 സ്ത്രീ പുരുഷന്മാർ ലോഡ്ജ് വാടക ലോഡ്ജിൽ താമസിക്കുന്ന കഷ്ടം പിടിച്ച അവസ്ഥ. ദൈവമേ, അന്നെൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവമേ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ളൊരു കൃപ തരണമേ എന്ന്. അന്ന് കോട്ടയം മുതൽ ഞാൻ തൊടുപുഴ വരെ ഇരുന്ന് ഞാൻ KSRTCയിൽ ഇത് പ്രാർത്ഥിച്ചു, ദൈവമേ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കുള്ളൊരു കൃപ തരണമേ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന ഉത്തരമാണ് ദിവ്യരക്ഷാലയം. അതാണ് ദിവ്യരക്ഷാലയം. ദൈവം തന്ന ദാനമാണ് ദിവ്യരക്ഷാലയം. അപ്പോൾ ഇന്ന് 30 വർഷം കഴിഞ്ഞു. നമുക്ക് പരിചയമില്ലാത്തൊരു തൊഴില്, പരിചയമില്ലാത്ത ആളുകള്, പരിചയമില്ലാത്ത സംവിധാനങ്ങള്, ഇതെങ്ങനെ നടക്കും? എന്നെ നിരുത്സാഹപ്പെടുത്തിയവർ നിരവധിയാണ്, എന്നെ പുറകോട്ട് വലിച്ചവർ നിരവധിയാണ് ഈ ശുശ്രൂഷയിൽ. പക്ഷെ ദൈവം നീതിമാനായവനുണ്ടും ദൈവം വലിയവനായതുകൊണ്ടും ഇത് നടന്നു. അപ്പൊ ഈ പരിചയക്കുറവ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ഇവരുമാണ്. എൻ്റെ ജീവിത സാഹചര്യവും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഇവിടെയുള്ള മക്കളുമാണ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറയണം, ഇത് നമുക്കൊന്നു ചേർന്ന് തൊടുപുഴയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയണം എന്നൊരു തീരുമാനമെടുത്തത്. ഞാൻ 23 വയസ്സുള്ള സമയത്താണ് വീട്ടിൽ നിന്ന് വേറെ പോകുന്നത്, ഇങ്ങോട്ട് വരുന്നത്. അന്ന് ഈ പറമ്പിൽ ഒരു ഷെഡ് മാത്രമേ ഉള്ളൂ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഒരു ഷെഡ്. അപ്പോൾ ദിവ്യശാലയം തുടങ്ങണമെന്നുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആദ്യത്തെ ആൾ വന്നു, രണ്ടാമത്തെ ആൾ വന്നു. അപ്പോൾ ഒരു നവജീവൻ പോലെ ഒരു സ്ഥാപനം ഉണ്ടാകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോഷി സെമിനാരി തിരിച്ചു തന്നെ. ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കാനുള്ളൊരു ധൈര്യം എൻ്റെ പിതാവിനില്ലായിരുന്നു, വാസ്തവം അതാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ജോഷിയുടെ തിരിച്ചുവരവ്, സെമിനാരി എന്നുള്ള തിരിച്ചുവരവ്. ജോഷി തിരിച്ചു വന്നതിന് ശേഷം അതും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്, ജോഷി എന്തുകൊണ്ട് സെമിനാരിയും തിരിച്ചു വന്നു എന്നുള്ളത്. ആ ഉത്തരത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് ദിവ്യരക്ഷാലയം. അപ്പൊ ചാച്ചൻ എന്നെടുത്തൊരു തീരുമാനം, ഇത് നിങ്ങളുടെ വഴിയാണെങ്കിൽ നിങ്ങൾ ഈ വഴി നോക്കൂ, ഞാൻ എൻ്റെ വഴിയെ പോകുന്നു. അങ്ങനെ ശുശ്രൂഷയും വീടും തമ്മിൽ രണ്ടായി. 96 ഒരു പന്തക്കുസ്താ തിരുനാളിൻ്റെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് താമസത്തിന് വേണ്ടി ദിവ്യരക്ഷാലയിലേക്ക് വരുവാണ്. അന്ന് ഒരു പലകയിലാണ് ഞാൻ കിടക്കണേ, ഒന്നുമില്ല, ഒരു ഷെഡ് പണിത് പൂർത്തിയാക്കിയിട്ട് ഒരു പലക മാത്രം. അപ്പം ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം എടുത്തു, ട്രസ്റ്റ് ഫോം ചെയ്തു. അപ്പം ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ തീരുമാനമായി. അപ്പം ഇങ്ങോട്ട് വരണം. ഒരു പന്തക്കുസ്താ ദിനത്തിൽ ഞാൻ 96 പന്തക്കുസ്താ ദിനത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 പ്ലാസ്റ്റിക് ചാക്ക് കൂട്ടി തയ്ച്ച് അതിനകത്താണ് ഞാൻ കിടന്നുറങ്ങണേ. പലകയിൽ പുതപ്പില്ല, 2 പ്ലാസ്റ്റിക് ചാക്ക് നീളത്തിൽ കൂട്ടി തയ്ച്ചിട്ട് അതിനകത്ത് കയറി കിടന്നുറങ്ങും. വീട്ടിൽ നിന്ന് അത്താഴം കഴിച്ചിട്ട് പോരും, രാവിലെ വീട്ടിൽ ചെല്ലും. അങ്ങനെ ആദ്യ കാലങ്ങളിൽ ജീവിച്ചു. ജൂൺ മാസം 15-ാം തീയതി, അതായത് നാളെ, 4 പേരുമായിട്ട് ശുശ്രൂഷ തുടങ്ങി. അന്ന് അമ്മച്ചി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കലവും 4 പ്ലേറ്റും അത് നിറയെ അരിയുമായിരുന്നു സമ്പാദ്യം. ഒറ്റമുറി വീട്ടില് ഒരു മൂലയിൽ അടുക്കള, ഒരു മുറിയിൽ ഓഫീസ്, നടുക്ക് ഇരുമ്പുമുറി, സൈഡിൽ കടപ്പുമുറി. അങ്ങനെ ഒറ്റമുറിയിൽ ആരംഭിച്ചതാണ് ദിവ്യരക്ഷാലയം. തൊണ്ണൂറ്റിയേഴില് ഈ കെട്ടിടം പണിയാനുള്ള തീരുമാനം എടുത്തത് ഞാനല്ല, തൊടുപുഴക്കാരാ. ഈ ജയസൻ ചേട്ടനാണ് അതിന്റെ മുമ്പിൽ നിന്നത്. തൊടുപുഴയ്ക്ക് ഈ മക്കൾക്ക് ദിവ്യരക്ഷാലയത്തിന് ഒരു ഭാവി വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായൊരു കെട്ടിടം വേണമെന്ന് നിർബന്ധിച്ച് ചാച്ചനോട് സ്ഥലം ചോദിച്ചു വാങ്ങി. ഈ കെട്ടിടത്തിന് പ്ലാൻ വരയ്ക്കുമ്പോൾ ജോഷിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഈ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള ഒരു കെട്ടിടം ഈ മേഖലയിൽ ദിവ്യരക്ഷാലയം മാത്രമേ ഉള്ളൂ, ഇത്ര പ്ലാൻഡായിട്ട് ചെയ്തത്. അതിൽ ഈ ഒരു വിങ് ഒഴികെ ബാക്കി മുഴുവൻ പണിയിച്ചതും ജേസൻ ചേട്ടനാണ്. അതിന്റെ പണം മുടക്കെന്ന് പറഞ്ഞാൽ അതും ജേസൻ ചേട്ടനാണ്. പൈസ ദിവ്യരക്ഷാലയത്തിൽ ഉണ്ടാകുന്ന പൈസ ഉണ്ടാകുമ്പോൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇത് മുഖസ്തുതിയുടെ വാക്കുകളല്ല, സ്നേഹത്തിന്റെ വാക്കുകളാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ, ഒരിക്കൽ ഓർക്കുകയാണ്, എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിള്, ഞാൻ ചാച്ചൻ മരിച്ച സമയത്ത് ചാച്ചനെ കുറിച്ചൊരു ആർട്ടിക്കിള് സൺഡേ ഷാലോമിൽ എഴുതി. തൃശ്ശൂരിൽ നിന്നൊരു മനുഷ്യൻ 1 ലക്ഷം രൂപയായിട്ട് വന്നു. ഈ മുകളിലത്തെ പില്ലറ്
അദ്ദേഹം തന്ന പൈസ കൊണ്ട് പണിതാ. 1,00,000 രൂപ ഏതാണ്ട് 2000 കാലത്ത് ചാച്ചൻ മരിച്ചതിന് ശേഷം. അതുകൊണ്ട് ഞാൻ ഷാലോമിൽ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ, ഒരു ചെറിയ മനുഷ്യൻ നാട്ടിയ അനേകം വലിയ തൂണുകൾ എന്നും പറഞ്ഞ് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതാൻ ഓർക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ ഒരു കഴിവോ അറിവോ സിദ്ധിയോ ശക്തിയോ ഒന്നുമല്ല. ദൈവം കൈപിടിച്ച് എഴുതിച്ച ദിനങ്ങളും നാളുകളും വർഷങ്ങളുമാണ് 29 വർഷം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയണമെന്ന് പറഞ്ഞത്. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയണമെന്നുള്ളൂ. ഞാൻ പ്രീ-ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല, പഠിക്കാനുള്ള വഴികളും ഉണ്ടായില്ല. പക്ഷേ എന്നെ പഠിപ്പിച്ചത് മുഴുവൻ ഇവിടെയുള്ള മക്കളാ. ഇവിടെയുള്ള ഓരോ മക്കളും എന്നെ പഠിപ്പിച്ചത്, എന്നെ ലാളിത്യം പഠിപ്പിച്ചത് ഇവരാ, എന്നെ എളിമ പഠിപ്പിച്ചത് ഇവരാ, ക്ഷമ പഠിപ്പിച്ചത് ഇവരാ, എന്നെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയത് ഇവരാ. ഇവരുടെ കൂടെ നടന്നാണ് ഞാനൊരു വ്യക്തിയായത്, ഇവരുടെ കൂടെ നടന്ന് ഞാനൊരു മനുഷ്യനായത്. അപ്പൊ അതുകൊണ്ട് ഇത് ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി കൂടുതൽ പഴയ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് ഒത്തിരി പേരെ വിളിച്ചു, പക്ഷേ വന്നെത്തിയവർ ഈ സ്റ്റേജിലുള്ളവരും നമ്മളെല്ലാവരുമാണ്. ഞാൻ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായി അഭിനന്ദ പിതാവ് അപ്പസ്തോലിക ശ്ലൈഹികമായ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് അന്ന് മുതൽ അതിനു മുമ്പും ദിവ്യശാലയത്തിൻ്റെ കൂടെ നടന്ന ഒരാളാണ്. തുടങ്ങാനുള്ള ആലോചനയിലും പിതാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് തോന്നണേ പിതാവ് എന്നും ഓർക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. പിതാവിൻ്റെ സ്മരണയിൽ എന്നും ഉള്ള ഒരാളായിരിക്കും ഞാൻ. കാരണം അത്രമാത്രം പിതാവിന് എന്നെ ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് അങ്ങോട്ടും അതെ. വ്യക്തിപരമായി വീട്ടിലെല്ലാവർക്കും എല്ലാവരെയും പിതാവിനറിയാം, വ്യക്തിപരമായി എല്ലാവരെയും അറിയാം. എല്ലാവരെയും പിതാവ് അന്വേഷിക്കും. ഇതാണ് പിതാവിൻ്റെ ഒരു നേച്ചർ. ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ചെയ്തു തരുന്ന അപ്പൻ്റെ പിതാവിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു. ഇനി ആർക്കാ പറയണ്ടത്? അമ്മച്ചിക്ക് പറയാം. അമ്മച്ചിക്ക് പറയാം. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്താണ് ദിവ്യശാലത്തിൽ അമ്മച്ചിയുടെ റോള് എന്ന്. ഇന്ന് വിശ്രമത്തിലാണ്, കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, വീട്ടിൽ വിശ്രമിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും മക്കൾ ഇങ്ങനെ ആയതിൽ അമ്മച്ചിക്കുള്ള ഒരു സന്തോഷം, അതൊരു സന്തോഷമാണ്. അത് ഇവരൊക്കെ പഠിപ്പിച്ച ശാസ്ത്രവും ജ്ഞാനവുമാണ്, അവരുടെ നീതിയും നന്മയുമാണ് ഇതെല്ലാം ആയിരിക്കുന്നത്, ഞങ്ങളൊക്കെ ആയിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം ഞാൻ അമ്മച്ചീനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ജോസഫ് സാറ് വരാമെന്ന് പറഞ്ഞിരുന്നു. സാറ് ഇപ്പോൾ 4:15 സാറ് വിളിച്ചു. സാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സാറ് വ്യക്തിപരമായി എന്നെ വിളിച്ച് പറഞ്ഞു സാറ് എത്തത്തില്ല, ഞാൻ പകരം അപ്പുവിനെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പു സാറിനോട്ട് സത്യം പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് വളരെ കുറച്ച് ബന്ധമുള്ളൂ, എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്നും സാറിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കുന്നയാളാണ്, നമ്മുടെ തൊടുപുഴ എന്നുള്ള ഇത് നോക്കുന്നയാളാണ്. അപ്പം എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. സാറിൻ്റെ അഭാവത്തിൽ അപ്പുവിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സാബു ചേട്ടൻ, എനിക്ക് ബ്രദർ സാബു എന്ന് വിളിക്കുന്ന കാലം സാബു എനിക്ക് ചേട്ടനാണ്. കേരളത്തിൽ വലിയ കുടുംബങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു തിയറി ഞങ്ങളെ പഠിപ്പിച്ചത് ശ്രീ സാബു ചേട്ടനാണ്. 12-13 വർഷം മുമ്പ് ഞാൻ പ്രോലൈഫ് സംസ്ഥാന സമിതി അംഗമായിരിക്കെ മാർ ചിറ്റിലപ്പള്ളി പിതാവ്
ആ കമ്മീഷന്റെ ചെയർമാനായിരിക്കെ നടന്ന ചർച്ചകളും ചിന്തകളും എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് പിതാവുമായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ 2 മക്കൾ 3 മക്കൾ എന്ന് പറഞ്ഞിരുന്നിടത്ത് 5ഉം 6ഉം മക്കളുള്ള കുടുംബങ്ങളെ പിതാവ് പരിചയപ്പെട്ടപ്പോൾ ഞാനെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. പിതാവെ 12 മക്കൾ വേണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പിതാവിനോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. പിതാവ് ഡെസ്കിൽ തല താത്തിയിട്ട് ചിരിച്ചു. അന്ന് തല കുനിച്ചിരിച്ചൊന്ന് ചിരിച്ചു. 12 മക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ 12 ആയില്ലേലും 6 പേരേ വന്നുള്ളൂ. ആറ് മക്കള് ജനിക്കാനും വളരുവാനും വളർത്തുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോ കേരള സഭയില് വലിയ കുടുംബം എന്ന തത്വം എഴുതി അവതരിപ്പിച്ച വ്യക്തിയാണ് സാബുചേട്ടൻ. വലിയ കുടുംബങ്ങൾ എന്ന തത്വം എഴുതി അവതരിപ്പിച്ച, ഞങ്ങളെ പഠിപ്പിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ ജ്യേഷ്ഠനായ സാബുചേട്ടൻ. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ മീറ്റിങ്ങിലും സാബുചേട്ടൻ വരും. എന്നെ ഒരു 10 പ്രാവശ്യം വിളിക്കും, തലേ ദിവസവും പിറ്റേ ദിവസമായിട്ട്. എന്തായി അത്രമാത്രം വാത്സല്യത്തോടെ എന്നെ സൂക്ഷിക്കുകയും എന്നെ കരുതുകയും എന്നെ കൂടെ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സാബുചേട്ടൻ്റെ. ഈ മീറ്റിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നു. ഞാൻ വളരെ സ്നേഹപൂർവ്വം സാബുചേട്ടനെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആന്റണി അച്ഛൻ കൊച്ചച്ഛനായിട്ടാണ് ഇവിടെ മൈലക്കൊമ്പിൽ വന്നത്. അന്ന് മുതൽ എല്ലാ നാളുകളിലും ദിവ്യശാലയത്തെ സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ആന്റണി അച്ഛൻ. ഇവിടുന്ന് പോയി സ്കൂളിലായിരുന്ന സമയത്ത് ഫിൽ ദ ബക്കറ്റ് അച്ഛൻ്റെ ഒരു പ്രോജക്റ്റാണ്. ദിവ്യശാലയത്തിന് വേണ്ടി പിള്ളേരെ കൊണ്ട് പലർക്ക് ശേഖരിപ്പിക്കുക, ഫിൽ ദ ബക്കറ്റ്. അത് പല സ്കൂളുകളിലും വിജയപ്രദമായിട്ട് നടപ്പിലാക്കി. അതുപോലെ അടുക്കളയിൽ ശൂന്യമായി എന്ന് ഞങ്ങൾ വളരെ വിഷമിച്ച അച്ഛനോട് പറയണം, അച്ഛനൊരു വഴിയായിട്ട് വരും. അതാണ് ആന്റണി അച്ഛൻ. ഇത് വ്യക്തിപരമായ പുകഴ്ത്തലൊന്നുമല്ല, ഇത് സ്നേഹത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഈ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ, കൂടെ നടക്കുന്നവനെ വേദന അറിയാവുള്ളൂ, കൂടെ നടക്കുന്നവനെ കുഴപ്പമെന്നറിയാവുള്ളൂ. അങ്ങനെ തുടക്കം മുതൽ ദിവ്യശാലത്തിൽ പരിചയപ്പെട്ട നാൾ മുതൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ആന്റണി അച്ഛൻ. അതുകൊണ്ടാണ് ആന്റണി അച്ഛൻ ഇന്ന് ഈ വേദിയിൽ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഞാൻ വളരെ സ്നേഹപൂർവ്വം ആന്റണി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ലിസി ചേച്ചി ഈ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. 97 ദിവ്യശാലയം കാണാൻ വന്നതാണ്. അന്ന് മുതൽ ദിവ്യശാലയത്തിലെ ഒരംഗമായി. ഷാലോം 97 ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ആ ഫോട്ടോയിൽ ചേച്ചിയുണ്ട്. അതിനുശേഷം ചേച്ചി തിരിച്ച് കോട്ടയത്തേക്ക് കുറച്ച് കാലത്തേക്ക് പോകേണ്ടി വന്നു. അതിനു മുമ്പ് ഇവിടെ തന്നെ വീടെടുത്ത് താമസം തുടങ്ങി. അന്ന് മുതൽ എല്ലാ കാലവും, പ്രത്യേകിച്ച് ഇവിടെ ആരാധനയും കുർബാനയും തുടങ്ങി കഴിഞ്ഞപ്പോൾ, സത്യത്തിലെ ചേച്ചിയുടെ ഒരു കണ്ണീരും പ്രാർത്ഥനയും വേദനയുമാണ് ദിവ്യശാലത്തിൻ്റെ കുർബാനയും ആരാധനയും. അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഇവിടെ വന്ന് 3-4 മണിക്കൂർ ഇരുന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലിസി ചേച്ചി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളിൽ ഏറ്റവും അധികമായി ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ലിസി ചേച്ചി. ഒരു സഹോദരനെ പോലെ പരിഗണിക്കാനും സ്നേഹിക്കാനും പറഞ്ഞു തരാനും കരുതാനും ചേച്ചിക്കുള്ള ഒരു മഹാത്മ്യം ചെറുതല്ല. ഈ ട്രസ്റ്റ് വർക്ക് ചെയ്തു തന്ന ചേച്ചിയുടെ ആങ്ങളമാരാണ്. ആങ്ങളയുടെ ജോൺസൺ ചേട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്തു തന്നത് PJJ ഫ്രൂട്ട്സ് അവരാണ്. അപ്പോൾ എന്നും നമ്മളെ കരുതാനും കൂടെ നിൽക്കാനും കരുണ കാണിക്കാനുമുള്ള ഒരു ഹൃദയം ദൈവം ആ കുടുംബത്തിനും പ്രത്യേകിച്ച് ചേച്ചിക്കും ചേട്ടനും എല്ലാം നൽകി. ആ ഒരു വാത്സല്യമാണ് ഇന്ന് ഈ വേദിയിൽ ചേച്ചിയെ ഇരുത്തിയിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം ഞാൻ ചേച്ചിയെ സ്വാഗതം ചെയ്യും. കാലങ്ങളിലാണ് സണ്ണിച്ചേട്ടൻ ദിവ്യശാലയം കാണാൻ വരുന്നത്. കോതമംഗലത്ത് നിന്ന് സണ്ണിച്ചേട്ടൻ വരുമ്പോൾ ദിവ്യശാലയം കണ്ടുപോയതിന് ശേഷം പലപ്പോഴും ഒരു 407 നിറയെ ചക്കയുമായിട്ടാണ്
ഞായറാഴ്ചകളിൽ സണ്ണിച്ചേട്ടനും കൂട്ടുകാരും കൂടെ വന്നുകൊണ്ടിരുന്നത്. ഒരു കാലം മുഴുവൻ ദിവ്യശാലയത്തിൻ്റെ ആഹാരത്തിൽ ഒരു നല്ല പങ്ക് കോതമംഗലംകാരുടെ ഈ അധ്വാനമായത്. കപ്പയായി, ചക്കയായി, വാഴച്ചുണ്ടായി, കപ്പളങ്ങയായി, കാർഷിക മേഖലയിൽ അനവധി സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ ഊട്ടിയ ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷെ ആരും അറിയില്ല, ആരോടും പറയാറില്ല, ഒരിടത്തും ചർച്ച ചെയ്യപ്പെടാറില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സണ്ണിച്ചേട്ടൻ്റെ. ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറി, അന്നത്തെ ബന്ധങ്ങളെല്ലാം പിരിഞ്ഞു പോയി. ഇപ്പോൾ സോപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കിയാണ് സണ്ണിച്ചേട്ടൻ ഉപജീവനം നടത്തുന്നത്. പിള്ളേരുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സെറ്റിൽഡായി. ഇന്നും ദിവ്യശാലയം ഹൃദയത്തിൽ പ്രധാന ഭാഗത്ത് സൂക്ഷിച്ച ഓരോ ദിവസവും വേദനയോടെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സണ്ണിച്ചേട്ടൻ. ആ ഒരു ജ്യേഷ്ഠ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് ഇവിടെ. അതുകൊണ്ടാണ് സണ്ണിച്ചേട്ടൻ ഇന്ന് ഈ വേദിയിലുള്ളത്. സണ്ണിച്ചേട്ട ചെയ്ത എല്ലാ നന്മകളെയും ഞാൻ ഓർക്കുന്നു, ദിവ്യശാലത്തിന് വേണ്ടി ഓർക്കുന്നു, ദൈവസന്നിധിയിൽ ഓർക്കുന്നു. സ്നേഹപൂർവ്വം സണ്ണിച്ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജയസൻ ചേട്ടനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു. നമുക്കറിയാം, തൊടുപുഴയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല സംരംഭങ്ങളുടെയും മുമ്പിൽ ആരും അറിയാതെ പിന്നിൽ നിന്ന് ശക്തിപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ജയസൻ ചേട്ടൻ്റെ. വളരെ സ്നേഹപൂർവ്വം ഇന്ന് ദിവ്യശാലയം സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നതാണ് ജയസൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതായത് ജയസൻ ചേട്ടൻ്റെ അധ്വാനങ്ങൾ ഫലദായകമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം. ഞാൻ ഓർക്കുകയാണ്, ഈ കെട്ടിടത്തിൻ്റെ ആദ്യ ഭാഗം പണിയുന്ന സമയത്ത് ലയൺസ് ക്ലബ്ബ് നമുക്കൊരു സംഭാവന തന്നു. അന്ന് ആ സംഭാവന എനിക്ക് നൽകിയത് ഡോക്ടർ ജോസ് ചാഴികാടാണ്, ലയൺസ് ക്ലബ്ബിന് വേണ്ടി. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. സാധാരണ ഇങ്ങനെ പല പ്രസ്ഥാനങ്ങളും നാട്ടിലുണ്ടാവും, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഇല്ലായ്മപ്പെട്ടു പോകും. അതുപോലെ ആകരുത് ദിവ്യശാലയം. സാറെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. എന്താണേലും അത് ദൈവം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനകളും ദൈവം കേട്ടു. ഈ കാലത്ത് ഇത് ഇങ്ങനെ രൂപപ്പെടുവാൻ ദൈവം അനുവദിച്ചു. തൊടുപുഴയുടെ അനേകം നല്ല ഹൃദയങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ജയസൻ ചേട്ടൻ. അനേകം നല്ല ഹൃദയങ്ങളുടെ, പീറ്റർ ചേട്ടനും അതുപോലെ സേവ്യർ സാറും, അങ്ങനെ ഒട്ടനവധി ആളുകൾ, എത്രമാത്രം വ്യക്തികളാണ്. ശരിക്കും ഓരോ ദിവസവും ഞങ്ങൾ പലപ്പോഴും പൈസ ഇല്ലാതെ ഒരു മേള കാത്തിരിക്കും, പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കാക്കയുടെ നാവിൽ അപ്പം പോലെ ആരെങ്കിലും കടന്നു വന്ന് നമുക്ക് ആവശ്യമുള്ളത് തരും. ഇന്നും വളരെ ഞെരുങ്ങിയാണ് ദിവ്യശാലത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അനേകം തൊഴിലുകാരുടെ പ്രതിനിധിയായിട്ടാണെന്ന് ജയസൻ ചേട്ടൻ ഈ വേദിയിലുള്ളത്. വളരെ സ്നേഹപൂർവ്വം ജയസൻ ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സീറ്റ്ലി ബ്രദർ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഇന്ന് ദിവ്യശാലത്തിൽ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കണക്ക് വലിയ വയറും വലിയ ശരീരവുമായി സ്റ്റീഫൻ സാറ് പറഞ്ഞ കണക്ക് കർത്താവിൻ്റെ ഒരു കഴുതയായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന അദമ്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സീറ്റ്ലി ബ്രദർ. അദ്ദേഹം നമുക്കറിയാം, നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്, ഒരു സുവിശേഷ വേലയാണ് ബൈബിൾ പ്രിന്റിംഗ്. ലോകത്തിലെ 27-8-10-35 ഭാഷകളിൽ അദ്ദേഹം ബൈബിള് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. 8 ആഫ്രിക്കൻ ഭാഷകളിലും 23 ഇന്ത്യൻ ഭാഷകളിലും ബൈബിള് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ഒരു ശുശ്രൂഷയുടെ പിതാവാണ് അദ്ദേഹം. ഒരു വളരെ സാധാരണക്കാരൻ, അൽമായൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ കഴിഞ്ഞ ദിവസം GGM എന്ന് പറഞ്ഞ കോട്ടയം ചങ്ങനാശ്ശേരി നടന്നൊരു പ്രോഗ്രാമിൽ സത്യത്തിൽ എന്തുമാത്രം വലിയൊരു ദൈവ മഹത്വമാണ് അതിനകത്തുണ്ടായത്. അതായത് ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അൽമായരിലൂടെ ലഭിക്കുന്ന അനേക വലിയ സംഭാവനകളുടെ ഒരു കാമ്പാണ് സീറ്റ്ലി ബ്രദർ. അതിൻ്റെ ഒരു മുളയാണ് സീറ്റ്ലി ബ്രദർ, അല്ലെങ്കിൽ ഒരു തണലാണ് സീറ്റ്ലി ബ്രദർ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ ഈ എളിയ ശുശ്രൂഷകൻ്റെ
നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷ വളരെയേറെ ഫലപ്രദമായിട്ട് നൊറീസയിൽ വളരെ ഫലപ്രദമായൊരു പ്രസ്സും ഭാവിയിൽ മാസം 5 ലക്ഷം ബൈബിൾ അടിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാഴ്ചപ്പാടിൽ വരികയാണ്. അതിനെല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അത് ഫലപ്രദമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സി.ടി. ബ്രദറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊച്ചൂർമലച്ചൻ വന്നിട്ടുണ്ട്. അച്ഛൻ സെമിനാരി പഠിപ്പിക്കുകയായിരുന്നു. അതിലുപരി ഞങ്ങൾക്ക് ഒരു ഗുരുത്വവും അനുഗ്രഹവുമാണ്. ഞങ്ങൾക്ക് തൊടുപുഴയിലൊരു കൂട്ടായ്മയുണ്ട്, ഞങ്ങളുടെ കപ്പിൾസ് കൂട്ടായ്മ. 10-15 കുടുംബങ്ങൾ ഏതാണ്ട് 15 വർഷത്തിലധികമായി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും കാര്യഗൗരവമായി സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ രൂപപ്പെടുത്തി തന്നത് ബഹുമാനപ്പെട്ട കൊച്ചൂർമലച്ചനാണ്. അച്ഛൻ ഈ ദിവസങ്ങളിലാണ് കരിമണ്ണൂർക്ക് വികാരിയായി ചാർജ് എടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ശവടക്കിന് പോയി അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ ഇത്രമാത്രം ഞങ്ങളെ കരുതുന്ന, ഈ ശുശ്രൂഷയെ കരുതുന്ന അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അച്ഛൻ. അച്ഛൻ്റെ സാന്നിധ്യത്തിനും അനുഗ്രഹങ്ങൾക്കും കരുതലിനും നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ബംഗളൂരു ആശുപത്രിയിലെ സിസ്റ്റർ ജോസിയമ്മ, അങ്ങനെ എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും ഒരു ചേച്ചി സ്ഥാനത്ത് എൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ മക്കളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ വിളിക്കും. ഇങ്ങനെ ഒരു സാഹചര്യമാണ്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അതിനെന്നാ ടോമി വിട്ടേരെ, അത് എത്രേ ഉള്ളൂ. പലപ്പോഴും ബില്ല് തീർക്കാൻ പോലും ഒക്കാറില്ല. അങ്ങനെ ഞാൻ ഈ തൊഴിൽ പഠിക്കാനും ഈ തൊഴിൽ ചെയ്യാനും ഈ തൊഴിൽ നടത്തിത്തരാനും ഒരു സംവിധാനം ദൈവം തന്നില്ലേ? ഒരു കാലത്ത് എനിക്ക് ആശുപത്രിയോട് ഭയങ്കര ശത്രുതയായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ വഴി നടത്തുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ് ആശുപത്രി. സിസ്റ്ററിൻ്റെ വലിയ സാന്നിധ്യത്തിനും കരുതലിനും എല്ലാം നന്ദി പറയുന്നതോടൊപ്പം ഞാൻ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ സുമേഷുണ്ട്, മായാമാടമുണ്ട്, അതുപോലെ ഗ്രേസ് ചേച്ചിയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ പഞ്ചായത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും അവർ നമ്മളെ കരുതും. അതുപോലെ ഏതാവശ്യത്തിലും ഒരു ഫോൺ കോളിൻ്റെ പോലും ആവശ്യമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ കരുതുന്ന ഒരു കുടുംബമാണ് നമ്മുടെ പഞ്ചായത്ത് സംവിധാനം. സജിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയോടും അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ബോർഡിനോടും ഒക്കെ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഇവരുടെ സ്നേഹ സാന്നിധ്യം എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാൻ 3 പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വേറെ പലരും വരുമെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ചിലരൊക്കെ എത്തുന്നേ ഉള്ളൂ. ദീപക്കൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു പോലീസ് ഓഫീസർ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാനം മാറിപ്പോയി. ഒരു ജഡ്ജ് വരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് അദ്ദേഹമാണ്. ഈ യോഗത്തിൽ വരേണ്ടിയിരുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വത്തിൽ ഉള്ള പലരും, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അപ്പം ഇവരൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം വാത്സല്യവും കരുതലും കരുണയുമാണ് ഈ ഭവനത്തോട്. അപ്പോൾ ഈ കഴിഞ്ഞ 30 വർഷക്കാലം ദിവ്യശാലം എന്തായിരിക്കുന്നോ അത് ഈ നാടിൻ്റെ ഒരു നന്മയാണ്. അതുപോലെ പ്രത്യേകിച്ച് എൻ്റെ അയൽപക്കക്കാർ അത്രമാത്രം വാത്സല്യം. ഇപ്പോൾ എന്നോട് അജി പറയാം, ടോം ചേട്ടാ ലൈറ്റ് ഇട്ടോ ഒന്ന് നോക്കണം കേട്ടോ. അത്രമാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് എൻ്റെ അയൽപക്കക്കാർ. വഴിയിലേക്ക് ആവശ്യമുള്ള ലൈറ്റ് ഇട്ടോ ഒന്ന് നോക്കണം കേട്ടോ, ഞാൻ ലൈറ്റ് കണ്ടില്ല. അപ്പോൾ അങ്ങനെ കരുതുന്ന ആളുകളാണ് എൻ്റെ അയൽക്കാർ. ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് അവർക്ക് എന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഒത്തിരി ബുദ്ധിമുട്ടുകൾ എന്നിലൂടെ അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. കൂടെ വന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ. വളരെ സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ അയൽവക്കക്കാരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.